ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാജാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പത്തനംമാറ്റ് കഥ, അതായത് 27/12/24 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആദർശും കനകയും ആദർശിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ നമ്മളെ നയനയുടെ ആംബുലൻസിൽ കയറ്റിയിട്ട് നയനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണേ. അപ്പോഴേക്കും ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞതും ആദർശ് വണ്ടി കയറുന്നതാണ്, ആംബുലൻസ് കയറുന്നതാണ്. പിന്നെ അജയനും ജാനകിയും കണ്ണു, അതായത് അനിയുടെ അച്ഛനും അമ്മയും, അവർ കാറും കൊണ്ട് വരുന്നതും പിന്നെ ആദർശ് ആംബുലൻസ് കയറി ആംബുലൻസ് വിട്ട് പോകുന്നതാണ്. അതിൽ വേഗം നമ്മളുടെ എന്താ പറയുക, അജയൻ വേഗം കാർന്നിറങ്ങി, അയ്യോ എന്ത് പറ്റിയത്, എന്താ ആദർശം എന്താ വണ്ടി കയറി പോണത്, ആംബുലൻസ് കയറി പോണത്, എടുത്തിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. ഏട്ടാ എന്താ പറ്റിയത്, എടുത്തിക്ക് എന്താ പറ്റിയത്, ആംബുലൻസിലെങ്ങടാ നമ്മളുടെ ആദർശ് കയറി പോകുന്നത് നോക്കിയപ്പോഴേക്കും ജാനകിയും വരും, എന്ത് പറ്റിയെന്നുള്ളത്. ചിലപ്പോൾ പറയും അത് ദേവയാനിക്ക് ലിവർ കൊടുത്ത ആ കുട്ടി ഇന്ന് ഡിസ്ചാർജാണ്, അപ്പോൾ അവളെ ആക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ജാനകി വയ്ക്കാം, അതിന് ആദർശ് പോണത് എന്തിനായിരിക്കുമ്പോൾ ആദർശ് പിന്നെ പോണ്ടേ എന്ന് വയ്ക്കും. കാരണം അവരത്രയും നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ട് ആ കുട്ടിയുടെ ഒരു 10 രൂപ പോലും നമ്മളടുത്ത് നിന്ന് പ്രതിഫലം വാങ്ങാണ്ടാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് പിന്നെ പോകാണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പോയിട്ട് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയും അതെ അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് പറയും. അപ്പോഴേക്കും വേണു പറയും, അജയൻ പറയും, എത്ര നല്ല കുട്ടിയാണ്, എത്ര നല്ലൊരു കുട്ടിയാണ്, ഒരു ഇതുമില്ലാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ജാനകി എടുത്ത് വഴി അറിയും, ഇതുപോലത്തെ മരുമക്കളെയാണ് നമ്മളുടെ തറവാടിന് വേണ്ടതെന്നറിയും. അപ്പോൾ അറിയും അതുപോലത്തെ മരുമകൾ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് പറയുവാണ് ആദർശിൻ്റെ അച്ഛൻ. കാരണം എൻ്റെ മരുമകൾ അതുപോലെ തന്നെയാണ്, ഒരു പ്രതിഫലവും ഇല്ലാണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തപ്പോൾ ജാനകി എടുത്തിറങ്ങി, എനിക്ക് മനസ്സിലാവാത്തപ്പോൾ അതാണ് അവിടുത്തെ ആണുങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് അവളെ ഇങ്ങനെ തലയിൽ പൊക്കിയും കൊണ്ട് നടക്കുന്നത്, ആർക്കും അവളെ കണ്ടുകൂടാ. അപ്പോൾ അറിയും അത് നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അറിയും നിൻ്റെ മരുമകൾ തന്നെയാണ് നന്നല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറയാം, എൻ്റെ മോൻ കരഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ, കണ്ടോ അവളുടെ സ്വഭാവം നന്നായിട്ടാണോ ഇപ്പോൾ അവനിങ്ങനൊരു അവസ്ഥ വന്നത്, അത് ആരെ കുറ്റാണ് എന്നൊക്കെ ചോദിക്കും. ആദർശിന് ആദ്യം നയനെ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ അവൾ അവനെ സ്നേഹിച്ച് വശത്താക്കിയില്ലേ, അതുപോലെ ഇവളും ശ്രമിക്കാത്ത എന്താ, അവക്കും അവനെ കണ്ണെടുത്താൽ കൊണ്ട് അവനും അതെ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ അവസാനം ദേഷ്യം വരികയാണ് അജയൻ കേട്ടോ. കാരണം ജാനകി എന്ത് പറഞ്ഞാലും അവസാനം നയനയുടെ കുടുംബത്തിനാണ് കുറ്റം മുഴുവൻ. അപ്പോൾ അവസാനം പറയേട്ടാ, ഇവിടെ നിന്നാൽ ഇവിടെ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇടത്തിയിലൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അജയനങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് ആംബുലൻസ് ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൻ്റെ മുന്നേ നന്ദു ഒരു ചെറിയൊരു സൂചന പോലെ ഗോവിന്ദന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദർശേട്ടൻ്റെ അച്ഛനും ആദർശേട്ടനൊക്കെ വളരെ നല്ല മനുഷ്യരാണ് അച്ഛാ, ഒരു തെറ്റും ചെയ്തില്ല, ഒരു തെറ്റിനും അവർ കൂട്ട് നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അവർ വളരെ നല്ല പറയും, അതൊക്കെ എനിക്കറിയാലോ മോളെ, നീ എന്തിനപ്പോൾ അതൊക്കെ പറയുന്നത്, അവർ വളരെ നല്ല ആൾക്കാരാണ്, ആദർശിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, അതിപ്പോൾ എന്തിനാ നീ ഇങ്ങനെ ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താ എന്നറിയും. അല്ല അത് അവരുടെ അടുത്ത് ഒരു മിസ്റ്റേക്കും പറ്റില്ല എന്നുള്ള ഇതിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും വരികയാണ് ആംബുലൻസ് വരുമ്പോൾ, ഇതെന്താ നമ്മുടെ വീട്ടിലേക്ക് ഒരു ആംബുലൻസ് വരുന്നത്, ആർക്കും എന്താ പറ്റിയ അങ്ങനെ ഭയത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട്, നീ ആൾക്ക് അങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടാവുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ പറയും എന്താ പ്രശ്നം, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആംബുലൻസ് വന്നിറങ്ങിയിട്ടായിരുന്നു ആദർശോ ഇതെന്താ ചോദിക്കുമ്പോൾ കാണാം കനക ഇറങ്ങണം. അയ്യോ ആർക്കും എന്താന്ന് പറഞ്ഞിട്ട് വേഗം ഓടിച്ചെല്ലും, കയ്യിൽ നിന്ന് കപ്പൊക്കെ അവിടെ ഇടും, ചായ കുടിച്ചുകൊണ്ടിരിക്കാവും. അപ്പോൾ കപ്പൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിച്ചെല്ലുകയാണ് കേട്ടോ. ഓടിച്ചെല്ലുന്ന സമയത്ത് കാണാം നയനേനെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നു സ്ട്രെച്ചറിൽ. അയ്യോ എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയെന്ന് നോക്കും. അപ്പോൾ കനക എന്താ മോനെ എന്താ പറ്റിയത് എന്ന് പറയും. അപ്പോഴേക്കും അവളെയും കൊണ്ട് അങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് പറയും, കനക ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, സങ്കടത്തോടു കൂടി നിൽക്കണം, എന്താ പറ്റിയത് വയ്ക്കുമ്പോൾ. അപ്പോൾ വിവരങ്ങളൊക്കെ പറയാം എന്ന് പറയുകയാണ് ആദർശമൊക്കെ കൂടെ. അപ്പോൾ അങ്ങനെ ആദർശം അകത്തേക്ക് പോകും. അതിൽ പറയും ആദർശ് പോകുമ്പോൾ ഗോവിന്ദനും പോവും, അത് ഇങ്ങനെ സംഭവിച്ചതൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അയാൾക്ക് നെഞ്ചുവേദന വരുമ്പോഴേക്കും വേഗം നമ്മളുടെ നന്ദു താങ്ങി പിടിക്കുക. പക്ഷെ ഇങ്ങനെ വേദന പോലെ വരിക. അതിൽ കുറേ ആണ്ട് ആദർശിന് പറയും, എൻ്റെ മോളെ ഇങ്ങനെ ഒരു ഓപ്പറേഷത്തിന് കൊണ്ടുപോകുന്നതിന് പിന്നെ എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക്, എന്തുകൊണ്ട് നിങ്ങൾ എന്നോടത് പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിനകത്ത് മറച്ചു വെച്ചു എന്നൊക്കെ ചോദിക്കും. പറയാം അച്ഛാ അത് ചേച്ചി പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്,
പിന്നെ നീ ഉണ്ടായിരുന്നോ ചേച്ചിയുടെ ഓപ്പറേഷൻ്റെ സമയത്ത് ചേച്ചിയുടെ അടുത്ത് വയ്ക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു അച്ഛാ, ഞാനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അതിൽ പറയും എന്നാലും എന്തുകൊണ്ട് പറഞ്ഞില്ല, അച്ഛനിങ്ങനെ നെഞ്ചുവേദന 2 അറ്റാക്ക് കഴിഞ്ഞല്ലേ, നെഞ്ചുവേദന വരുമെന്ന് പേടിച്ചിട്ടാണ് പറയാതിരുന്നതെന്നൊക്കെ നന്ദു പറയും. അപ്പോഴേക്കും ആദർശ് വരും. ആദർശ് വന്നിട്ട് പിന്നെ ആദർശിനോട് അങ്ങോട്ട് ചെല്ലും. എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, എൻ്റെ മോള് ഇത്തിരിയെങ്കിലും സന്തോഷത്തോടെ അനുഭവിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അവൾ അവിടെ അവർക്ക് വേണ്ടി ചെയ്തു, ചോര കൊടുത്തു കഴിഞ്ഞിട്ടും നിൻ്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾ കേട്ടതാണ്, അവരറിഞ്ഞിട്ടില്ല സംഭവം ശരി, എന്നിട്ടും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെ അവർ സംസാരിച്ചിട്ടുള്ളൂ, എന്ത് ചെയ്തിട്ടും എന്താ കാര്യം, എൻ്റെ മോൾക്ക് ഒരിത്തിരി സ്നേഹം അവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദർശിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശം ഒന്നും ഉണ്ടെന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ബലമായ സംശയം നീ ഈ വീട് വാടകയ്ക്ക് എടുത്തെന്നു ഇതിൻ്റെ പ്രതിഫലമായിട്ട് തന്നെയാണ് ആയിരിക്കും. കാരണം എനിക്ക് നിന്നെപ്പോലും ഇപ്പോൾ വിശ്വാസമില്ല എന്നറിയാം. അപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് എന്നറിയും നന്ദു. അല്ല എനിക്കറിയാം, കാരണം ഒരുത്തൻ വന്നില്ലേ മോളെയും കൂട്ടിയിട്ട്, നവ്യനെയും കൂട്ടിയിട്ട് വീട്ടിൽ. അപ്പോൾ ഒരുത്തൻ വന്നില്ലേ പിന്നെ നവ്യനെയും കൂട്ടി വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അവന് യഥാർത്ഥ സ്നേഹമായിരിക്കും എൻ്റെ മോളോടെന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. അവൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മോളെ സ്നേഹിച്ചത്, കള്ളനാണ് അവൻ, അങ്ങനെ ഇങ്ങനെ, അതുപോലെ തന്നെ ആവുമോ നീയൊന്നും എനിക്ക് ഭയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഇല്ല അച്ഛാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവസാനം അറിയാം, എന്നാലും എൻ്റെ മോളോട് നിങ്ങളിങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ഹൃദയം പോലും പിന്നെ ഇത് കൊടുക്കാൻ മനസ്സുള്ളതാണ് എൻ്റെ മോള്, ആ മോളോട് നിങ്ങളിങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സങ്കടപ്പെടുക, കുറേ ചീത്ത പറയും കേട്ടോ ആദർശനെ. ആദർശം ഒന്നും ഇടയിൽ എല്ലാം കേട്ട് നിൽക്കും. അവസാനം ഞാൻ എൻ്റെ മോളെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അത് നയന മോളെ എന്താ അച്ഛനോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അച്ഛാ അതല്ല, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷമാവും, അതുകൊണ്ടാണ് പറയാതിരുന്നത്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അച്ഛാ, എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവരിതിന് സമ്മതിച്ചത്, ആദർശേട്ടൻ്റെയും അച്ഛൻ്റെയും മുഖം കാണാൻ വയ്യായിരുന്നു, ആകെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്, അമ്മ എന്തോ പറഞ്ഞോട്ടെ, അച്ഛൻ മറ്റുള്ളവരെ കുറ്റം പറയരുത്, പ്രത്യേകിച്ച് ആദർശേട്ടനൊന്നും പറയരുതേ, എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സമ്മതിച്ചതെന്നൊക്കെ പറയുകയാണ്. മോളെ എത്രയായാലും ഞാൻ നിൻ്റെ അച്ഛനല്ലേ, എനിക്ക് സങ്കടം വരാതിരിക്കുമോ എൻ്റെ മോളുടെ ദേഹത്ത് കത്തി വയ്ക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ വിഷമത്തോടു കൂടി പിന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയാം ഇതുകൊണ്ട് തന്നെ അച്ഛൻ ഞാൻ അച്ഛനോടൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയും. അച്ഛൻ വിഷമിക്കാതിരിക്കുക അച്ഛൻ, കുഴപ്പമൊന്നുമില്ല, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആദർശേട്ടനോട് പിന്നെ ഒന്നും പറയില്ല അച്ഛാന്ന് പിന്നെ അവൾ പറയും. അപ്പോൾ പറയും ഇല്ല, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ഞാൻ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ മോളെ, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ വളരെ സങ്കടപ്പെട്ടുള്ളൊരു സീനാണ് കേട്ടോ അവിടെ. അപ്പോൾ ഒരു മോള് കിടന്നോ, ഞാൻ ആദർശനോട് മാപ്പ് പറയാം, കാരണം ഞാനൊന്നും അറിയാതെയല്ലേ സംസാരിച്ചത്, ഞാൻ ആദർശനോട് മാപ്പ് പറഞ്ഞോളാമെന്നറിയാം. അപ്പോഴും പിന്നെ അവൾ പറയും ഒന്നും പറയില്ലേ അച്ഛാ, അമ്മ എന്തോ ആയിക്കോട്ടെ, അമ്മ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇപ്പോഴും അറിയില്ല അമ്മയ്ക്ക് ആരാണ് എന്താ ചെയ്തതെന്നുള്ളത്, ഇപ്പോഴും അവർക്ക് അറിയില്ല, അമ്മ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ അവരെ മറ്റവരെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ അങ്ങനെ നയന പറയുകയാണ്. അപ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മറത്തേക്ക് ചിലപ്പോൾ ആദർശം അവിടെ ഇരിക്കണം. അപ്പോൾ ആദർശനോട് വന്നിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം മോനെ, ഞാൻ വിവരം അറിയാതെയാണ് നിന്നോട് സംസാരിച്ചത്, അത് ആരായാലും അങ്ങനെ തന്നെ, എൻ്റെ മോളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അവൾ പാവാണ്, കാരണം ഞാനും എൻ്റെ മോളും തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു ബന്ധമാണ്. കാരണം ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് പറയുമ്പോൾ ആദർശം അത്ഭുതത്തോടു കൂടി നോക്കുക. അപ്പോൾ പറയും കുറേ ഡോക്ടേഴ്സ് അവളെ ചുറ്റും നിൽക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്, അവൾ പറഞ്ഞില്ലെങ്കിലും ഞാനത് അറിയും, പിന്നെ എൻ്റെ മോളുടെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന സമയത്ത് അത്രയും വേദന സഹിച്ചാണ്, അപ്പോഴും എൻ്റെ മോളുടെ കരച്ചിലാണ് എൻ്റെ മനസ്സിൽ മുഴുവനെ. അപ്പോൾ എനിക്കറിയാം എൻ്റെ മോളാണ് എനിക്കെല്ലാം, മറ്റുള്ള 2 കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എൻ്റെ മോളെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് മോനെ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുക. അപ്പോൾ പറയും സാരമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ ഇനി ഒരിക്കലും ഞാൻ നയനെ വിടില്ല അച്ഛാ, നയനെ വിട്ടുപോയില്ല ഞാൻ ഒരിക്കലും, കാരണം അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അച്ഛനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാം. അപ്പോൾ നന്ദുവിനോട് ആദർശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ, നീ ഇവിടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ നിൻ്റെ ഏട്ടനാണ്, എന്നോട് പറയണം, എന്നോടൊന്നും മറച്ചു വെക്കരുത്, എല്ലാ കാര്യങ്ങളും എന്നോട് തന്നെ പറയണം, ഞാൻ എന്താ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുമ്പോഴാവും ഗോവിന്ദൻ വരിക. അപ്പോൾ പിന്നെയുള്ള സംഭാഷണങ്ങൾ കേട്ടോ. അങ്ങനെ പിന്നെ മോനൊന്നും മനസ്സിൽ വെക്കില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇല്ല അച്ഛാന്ന് അറിയാം, കാരണം അച്ഛനിപ്പോൾ നയനെ കാണുന്നത് മരുമകളായിട്ടില്ല, മകളായിട്ട് തന്നെയാണ് എന്ന് പറയുകയാണ് ആദർശ്. കാരണം അച്ഛന് അത്രയ്ക്ക് ഇതാണ്, ഞങ്ങൾക്കൊന്നും തീരാത്ത കടപ്പാടാണ്
പിന്നെ എൻ്റെ നയനേനോട് എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയും എൻ്റെ ഒരു മോളോടെ നിൽക്കുന്നുണ്ട്, അവൾക്ക് പാല് ഉണ്ടാക്കി വെച്ചതെന്നാണ് ഇപ്പോൾ മോൻ്റെ അമ്മയ്ക്ക് ഇത് പറ്റിയത്. അപ്പോൾ അവളുടെ ജീവന് പോലും യാതൊരു വിലയില്ല അവിടെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞങ്ങനെ അവരുടെ ഇതായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദർശ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ ആംബുലൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആംബുലൻസ് തന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് ആദർശ് തിരിച്ച് വന്നിട്ട് വണ്ടി കയറാൻ നിൽക്കുകയാണ്. ഇതിൽ കയറുന്ന സമയത്ത് അവിടെ തിരിഞ്ഞ് നിന്നിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തലയും കൊണ്ട് ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദനും പിന്നെ നന്ദും സിറ്റൗട്ടിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ നയന അങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ പുളയുന്നത് പോലുള്ളൊരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പത്രമാറ്റ് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കഴിയുമെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് കേൾക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ പുതിയ കുറേ വീഡിയോസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, എൻ്റെ കുക്കിംഗ് ചാനലുകൾ. അതിൽ കുക്കിംഗ് വീഡിയോസ് അതൊക്കെ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.